ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻവിസ് ഡയറീസ്. ദിസ് ഈസ് വിഷ്ണു. നമ്മൾ ഇന്നുള്ളത് വെരി ഫേമസ് ഒരു റിസോർട്ടിലാണ്. ട്രിവാൻഡ്രം കന്യാകുമാരി റൂട്ടിലുള്ള അനന്ത്യ ബൈ ദി ലേക്ക് റിസോർട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. കുറേ നാളെ പ്ലാൻ ചെയ്തതാണ് ഇവിടെ വരണമെന്നുള്ളത്. ഇന്നാണത് സാധ്യമായത്. വളരെ നല്ലൊരു റിസോർട്ടാണിത്. കുറേ പ്രോപ്പർട്ടിയൊക്കെ ഇവർക്കുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തേക്കുന്ന ഇവരുടെ സിദ്ധി വില്ല കാറ്റഗറിയാണ്. സിദ്ധി വില്ല എന്ന് പറഞ്ഞാൽ നമുക്കായിട്ടൊരു കോട്ടേജ് തരികയാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ് ഉള്ളത്. നമ്മൾ എൻട്രൻസ് തുറന്ന് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. അതായത് ഒരു സേഫ്റ്റി നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പറയാൻ പറ്റും. ഇവരുടെ സിദ്ധി വില്ല കാറ്റഗറിക്ക് വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ നമുക്ക് രണ്ടിടത്താണ്. ഒന്ന് ബാത്റൂം ഒരിടത്തും, അതുപോലെ തന്നെ കുളിക്കുന്ന സ്പേസ് വേറൊരിടത്തുമാണ്. പിന്നെ നമുക്കൊരു ഓപ്പൺ ബാത്ത് സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ട് ബാത്ത് സ്പേസ്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് ഇൻഫിനിറ്റി പൂൾ ഇവരുടെ. അതായത് നമുക്ക് ഈ പൂളിൽ നിന്ന് ലേക്കിലേക്ക് ഒരു വ്യൂ ഉണ്ട്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൺ റിക്വസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ പൂളിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് നമ്മൾ കൊടുക്കണം. ഇവർക്ക് പ്ലാന്റേഷൻ വിസിറ്റഡ് ആക്ടിവിറ്റീസ് ആയിട്ടുണ്ട്. അതിന് ഇയർലി ഒരു 3 മണിക്കൂറൊക്കെ വരും. അത് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യണം. പെർ പേഴ്സണ് 300 ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. അത് നമുക്ക് പ്ലാന്റേഷനിൽ പോയി കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് റബ്ബർ മേക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം അവർ വെല്ലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ. ബട്ട് അതിനെല്ലാം എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ പേ ചെയ്യണം. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ സ്പോട്ടുണ്ട്. അതിലെ ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണൊരു സ്പോട്ട്.
ഇവിടെ വലിയൊരു പ്ലേ ഏരിയ തന്നെ കുട്ടികൾക്കായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഷട്ടിൽ കളിക്കാനാണെങ്കിലും ടെന്നീസ് ഇതിനൊക്കെ ആയിട്ടും വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. ഇത് ഓൺ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഇവർ അറേഞ്ച് ചെയ്ത ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ. രാവിലെ ഇവിടെ വന്നിരുന്ന് ഒരു ചൂട് ചായ കുടിക്കുന്നത് ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. ഇവിടുത്തെ ഫോട്ടോഷൂട്ടിന് പറ്റിയ വേറൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അതായത് ലേക്കിൻ്റെ സൈഡാണ്. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ അവരൊരു ഊഞ്ഞാല ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാം. അതുപോലെ തന്നെ സൺസെറ്റും സൺറൈസും ഒക്കെ കണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു ഏരിയ ആണിത്. സോ തീർച്ചയായും നിങ്ങൾ ഈ പ്ലേസും യൂസ് ചെയ്യുക. Na
ഇവിടെ കുറേ കോസ്മെറ്റിക്സും പെർഫ്യൂംസും ഒക്കെ സെയിലിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അനന്ത്യയിൽ കുറേ റൂമിൻ്റെ കാറ്റഗറീസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ റൂം കാറ്റഗറീസ്. ഇതിൽ സിദ്ധിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. വേദയിലും സാധനയിലും പ്രൈവറ്റ് പൂൾസ് അവൈലബിൾ ആണ്. അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. പ്രാണയിലാണ് ജക്കൂസി ടൈപ്പ് റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രാണയിലാണ്. നമ്മൾ അനന്തയിലോട്ട് പോകുന്ന വഴിയിൽ തന്നെ കുറേ പുഴമീൻ കിട്ടുന്ന നല്ല റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും ടേസ്റ്റ് ചെയ്യാം. കുറേ വെറൈറ്റി ഐറ്റംസ് ഇവർക്ക് അവൈലബിൾ ആണ് ഈ ഉള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ. നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് നസ്രാണി ഊണ് കോംബോയാണ്. അതായത് ഊണിൻ്റെ കൂടെ 5 നോൺ വെജ് ഐറ്റംസ് കൂടെ കാണും. നിങ്ങളും തീർച്ചയായും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുക. അനന്തയിലെ സ്റ്റേ തികച്ചും ഒരു റോയൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇനി ഒരു വീഡിയോയിൽ കാണുന്നതുവരെയും ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.